ഒടുവിൽ മാൽദ്വീപ് ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നീക്കവും നടത്തുകയില്ല എന്ന് മാൽദ്വീപ് ഇന്ത്യക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്ത്യയുടെ കപ്പലുകൾക്ക് മാൽദ്വീപിലെത്താം. ഇന്ത്യയുടെ സൈനിക വാഹനങ്ങൾക്കും മറ്റും മാൽദ്വീപിൽ സന്ദർശനം നടത്താം. ഇന്ത്യൻ സേനയുടെ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും മാൽദ്വീപ് അതിർത്തിയിൽ അല്ലെങ്കിൽ മാൽദ്വീപ് തീരത്ത് സഞ്ചരിക്കാം എന്നുള്ള അനുമതിയാണ് മാൽദ്വീപ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ഹെലികോപ്റ്ററുകളും ഡോർണിയർ വിമാനവും ഇപ്പോൾ മാൽദ്വീപിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇത് തിരികെ കൊണ്ടുപോകേണ്ട എന്നും ഇത്തരം കാര്യങ്ങൾക്ക് ഇന്ത്യൻ ഹെലികോപ്റ്ററുകൾക്കും ഡോർണിയർ വിമാനങ്ങൾക്കും മാൽദ്വീപിൽ ഇനിയും എത്താം ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മാൽദ്വീപിന്റെ പ്രസിഡന്റും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ അധികൃതരും തമ്മിൽ നടത്തിയ ചർച്ചകളാണ് ഇതേ മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മുൻപ് ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യൻ ഉദ്യോഗസ്ഥരെയും മാൽദ്വീപിൽ നിന്നും പുറത്താക്കിയ അതേ മാൽദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇപ്പോൾ ഇന്ത്യൻ അധികൃതരെ മാടി വിളിക്കുകയാണ്. ഇന്ത്യക്ക് ഇത് വൻ നേട്ടമാണ്. ഇന്ത്യയുടെ സൈന്യത്തിനും ഇന്ത്യയുടെ പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും ഇനിയും മാൽദ്വീപ് അടക്കി ഭരിക്കാം. മാത്രവുമല്ല, ചൈനയുടെ മോഹങ്ങൾക്കാണ് ഇപ്പോൾ തിരിച്ചടി വീണിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്ക് പിന്നാലെ തന്നെ മാൽദ്വീപ് എന്ന മറ്റൊരു ഇസ്ലാമിക പ്രദേശത്തു കൂടി നരേന്ദ്രമോദി ഉള്ളം കയ്യിൽ എടുത്തിരിക്കുകയാണ്. തീവ്ര ഇസ്ലാമിക രാജ്യമായിട്ടുള്ള താലിബാനെ പോലും ചേർത്ത് നിർത്തിയ നരേന്ദ്രമോദിയുടെ നീക്കമാണ് മാൽദ്വീപിനെ ഇപ്പോൾ ഇന്ത്യയോട് അടുപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് അനുയോജ്യമായ രീതിയിൽ വളച്ചെടുത്തിരിക്കുകയാണ് മാൽദ്വീപിനെ. അതേസമയം ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ ഇടയാക്കിയ മാൽദ്വീപിൽ നിന്നും ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ പിൻവലിച്ച് 8 മാസങ്ങൾക്ക് ശേഷമാണ് മാൽദ്വീപ് മന്ത്രി ന്യൂഡൽഹി സന്ദർശനം നടത്തിയിരിക്കുന്നതെന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപ സമൂഹത്തിന്റെ പ്രതിരോധ തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള ഉന്നതതല ചർച്ചകൾക്കായാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും മാൽദ്വീപ് പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. കൂടിക്കാഴ്ചയിൽ മാൽദ്വീപുമായുള്ള പ്രതിരോധ ബന്ധം മെച്ചപ്പെടുത്തുവാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത രാജ്നാഥ് സിംഗ് അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധത്തിന്റെയും സുരക്ഷാ സഹകരണത്തിന്റെയും എല്ലാ വശങ്ങളും ഇരു മന്ത്രിമാരും വിശദമായി തന്നെ അവലോകനം ചെയ്യുകയും ചെയ്തു. ഇന്ത്യ മാൽദ്വീപ് സാമ്പത്തിക സമുദ്ര സുരക്ഷാ പങ്കാളിത്തത്തിനായും സംയുക്ത കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിൽ അടുത്ത പ്രവർത്തിക്കാനുള്ള പ്രതിബദ്ധത ചർച്ചയിൽ ഇരു കക്ഷികളും പുനഃസ്ഥാപിച്ചതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മാൽദ്വീപിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് പിന്തുണ നൽകാനുള്ള ഇന്ത്യയുടെ സന്നദ്ധത രാജ്നാഥ് സിംഗ് അറിയിച്ചു. കുറച്ചു മാസങ്ങളിലായി മാൽദ്വീപ് ഇന്ത്യയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. നിലവിലെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം ഇന്ത്യ വിരുദ്ധ ചൈന അനുകൂല നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് ഇന്ത്യയുമായുള്ള ബന്ധം ഉലഞ്ഞിരുന്നു. പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിനു ശേഷം ഒരു ദിവസം കഴിഞ്ഞ് സിവിൽ സഹായത്തിനായി മാൽദ്വീപിലുള്ള എല്ലാ സൈനിക ഉദ്യോഗസ്ഥരെയും ഇന്ത്യ പിൻവലിക്കണമെന്ന് മൊയ്സു വ്യക്തമാക്കിയിരുന്നു. അണ്ടർ വാട്ടർ സർവേകൾ നടത്തുന്നതിനുള്ള മാൽദ്വീപിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് പുറമെ തന്നെ സമുദ്ര വ്യോമ ഭൗമ ഡൊമെയിനുകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും മാൽദ്വീപ് സ്വയംഭരണ നിയന്ത്രണം നിലനിർത്തുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. 2024 ഫെബ്രുവരിയിൽ ഇന്ത്യൻ സൈനികരുടെ ആദ്യ സംഘത്തെ 2024 മാർച്ച് 10 മുൻപ് ന്യൂഡൽഹിയിലേക്ക് തിരിച്ചയക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കൂടാതെ 2 വ്യോമയാന ഫോമുകൾ കൈകാര്യം ചെയ്യുന്ന ശേഷിക്കുന്ന ഉദ്യോഗസ്ഥരെ അതേ വർഷം മെയ് 10 മുൻപ് പിൻവലിക്കാൻ ഉത്തരവിട്ടിരുന്നു. അധികാരത്തിലെത്തി 2024 ഒക്ടോബർ മാസത്തിൽ മാത്രമാണ് മൊയ്സു ഇന്ത്യയിലേക്ക് ആദ്യമായി എത്തിയതും. എന്നിരുന്നാലും ഇന്ത്യയും മാൽദ്വീപും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ തന്നെ സംഭവിച്ചിരുന്നു. അതേസമയം നിരന്തരം മോദിയെ അവഹേളിക്കാൻ ശ്രമിക്കുന്ന മാൽദ്വീപിന് കൈത്താങ്ങായി ഭാരതം നിലകൊള്ളുകയാണ് ഇപ്പോഴും. കഴിഞ്ഞ വർഷം നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും വലിയ ക്ഷാമം നേരിട്ട മാൽദ്വീപിൽ അത് അനുഭവപ്പെട്ടപ്പോഴും അവർ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നിരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ മാൽദ്വീപിലേക്ക് കയറ്റുമതിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരുന്നു. അരി, ഗോതമ്പ്, പഞ്ചസാര, പരിപ്പ്, മുട്ട, ഉരുളക്കിഴങ്ങ്, ഉള്ളി എന്നിവ മാൽദ്വീപിന് നൽകിയിരുന്നു. രാജ്യത്ത് വില നിയന്ത്രിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതി നിരോധിക്കുകയോ നിജപ്പെടുത്തുകയോ വരെ ചെയ്തിരുന്നു. എങ്കിലും മാൽദ്വീപിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നയതന്ത്രങ്ങളിൽ ഇളവ് വരുത്തുകയും ചെയ്തിരുന്നു. ചൈന വിധേയത്വമുള്ള മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം മാൽദ്വീപ് ഇന്ത്യയുമായി അത്ര രസത്തിലായിരുന്നില്ല. ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിനുമായിട്ടായിരുന്നു മൊയ്സു അധികാരത്തിലെത്തിയതും. എന്നാൽ ഇപ്പോൾ മൊയ്സുവിന് ആ പഴയ ജനപ്രീതി ഇല്ല എന്നാണ് കണക്കാക്കപ്പെടുന്നതും. ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.